ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലും വരുന്നത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർസ് വാങ്ങാം, അതുപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അത് വിൽക്കുക, എന്നിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുക. ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു, നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, റൈറ്റ്? അപ്പോൾ ഈ വീഡിയോയിൽ പറയാനുള്ള എനിക്ക് 2 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒന്ന്, സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഈ സ്റ്റോക്ക്, ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങൾ. 2, ദ ഫാസ്റ്റ് ലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, രണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇഫ് യു ഡോണ്ട് നോ മീ, മൈ നെയിം ഈസ് ഇഷാം. ഐ എം എ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ, അതുപോലെ ഞാൻ CA ഇൻ്ററൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ക്ലാസ്സുകളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു സംഭവമാണ്, ഞാൻ ഈ കമ്പനീൻ്റെ എത്ര ഷെയർ വാങ്ങിയിരിക്കണേ, ഇത്ര ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ, ഇത്ര സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ്ട് എല്ലാവരും മനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി എത്തുന്നത് ഇതാണ്. കുറച്ച് നമ്മുടെ കയ്യിലുള്ള പൈസ എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഹൈലി പെർഫോം ചെയ്യുന്ന കമ്പനീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നെറ്റ്ഫ്ലിക്സും ആപ്പിളും അങ്ങനത്തേലൊക്കെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് പിന്നീട് ആ സ്റ്റോക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷെയർസ് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ കൂടുമല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വിൽക്കുക, വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിൽക്കുക, അപ്പോൾ നമുക്ക് കുറേ പൈസ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ ആ കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഡിവിഡൻഡ് ആയിക്കാണ്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. ഒരു ഫ്രീ ആയിട്ടാണ് പൈസ കിട്ടുന്ന മാതിരിയാണല്ലോ, അപ്പോൾ ആ ഏണിങ് നമുക്ക് കിട്ടും. ബേസിക്കലി നമ്മളൊരു കമ്പനീൻ്റെ സ്റ്റോക്ക് ഷെയറൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഓണറായി മാറി, അതിൻ്റെ ആ കമ്പനീൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സംഭവമാണ് ഗോൾഡ്, ലാൻഡ് അങ്ങനത്തെ ഒക്കെ. ഈ ഗോൾഡിൻ്റെ ലാൻഡിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത പറയുന്നത്, ഇറ്റ്സ് കൈൻഡ്ലി ലൈക്ക് എൻ അപ്രിസിയേറ്റിംഗ് അസറ്റ്. ഞാൻ പറഞ്ഞു, നമ്മൾ ബൈക്ക് വാങ്ങി, അതേപോലെ കാർ വാങ്ങി, അല്ലെങ്കിൽ ഫോൺ വാങ്ങി, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് വാങ്ങി അത്ര വില കിട്ടൂലല്ലോ, അതിന് ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അതിന് വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുറേ കാലം യൂസ് ചെയ്താണ്ട്. പക്ഷെ അതേസമയം ഗോൾഡ് അതുപോലെ ലാൻഡൊക്കെ കുറേ കാലം എടുത്തു വെച്ച് കഴിഞ്ഞാലും ജനറലി അതിൻ്റെ വാല്യൂ എന്താണ്, കൂടുതലാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയതിനേക്കാളും ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ഫാക്ടറായിട്ട് വരുന്നൊരു സംഭവമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ട് വിചാരിച്ചോ, അത് കുറച്ച് വർഷം കഴിഞ്ഞാൽ, ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് 100 രൂപയ്ക്ക് കിട്ടില്ല. അത് ആ 100 രൂപേൻ്റെ വാല്യൂ കുറയും. ഇൻഫ്ലേഷൻ എന്ന് പറയുമല്ലോ, അതായത് പണ്ട് നമ്മളെ പാരൻസൊക്കെ പറഞ്ഞിട്ടില്ലേ, അന്ന് പോലും ചെറിയ കുട്ടിയായിരുന്നു 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഇഷ്ടംപോലെ സാധനം കിട്ടിയിരുന്നു, ഇപ്പോൾ 1 രൂപയ്ക്ക് എന്ത് കിട്ടാനാണെന്നുള്ളത്. അപ്പോൾ ആ സംഭവം, അതായത് പൈസൻ്റെ വാല്യൂ കുറയും. എല്ലാവരുടെ കയ്യിലും പൈസ കൂടും, പൈസൻ്റെ എമൗണ്ട് കൂടും, പക്ഷേ ഉള്ള പൈസൻ്റെ വാല്യൂ കുറയും. അത് പണപ്പെരുപ്പം. ഇന്നത്തെ 100 രൂപേൻ്റെ വില ആയിരിക്കും ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഷെയറിലോ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താണ്ട് നമുക്കിപ്പോൾ 100 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചോ, എക്സാമ്പിൾ പറയാണ്, പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുകയാണ്, ആ ഷെയർ വിൽക്കുന്നത് 500 രൂപയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ അതേ ലെവലിലേക്ക് വന്നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടെ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ആ ഇൻഫ്ലേഷനെക്കാട്ടും കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന പൈസ നമ്മളത് വിൽക്കുമ്പോൾ, അതേപോലെ ഡിവിഡൻഡ് കിട്ടുന്നതൊക്കെ എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അത് വിൽക്കുക എന്നുള്ള പ്രതീക്ഷയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇതിനെ MJ DiMarco ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ബുക്കിൽ സ്ലോ ലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. ഈ S&P 500 ഒക്കെ അറിയും, അതായത് US ഏറ്റവും ടോപ്പിൽ പെർഫോം ചെയ്യുന്ന കമ്പനീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, S&P 500 ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താണ്ട് ആൾക്കാർ എന്തോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഓലി റിട്ടയർ ചെയ്യാനാവുമ്പോൾ ഒരു 60 വയസ്സോ അല്ലെങ്കിൽ 45 വയസ്സൊക്കെ ആകുമ്പോൾ, എന്നിട്ട് ഇതിൽ നിന്ന് എന്താവും, ഇതിങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് കുറേ പൈസ ഉണ്ടാവും, അപ്പോൾ നമുക്ക് റിട്ടയർ ആകുമ്പോൾ ഒരുപാട് പൈസ കിട്ടും. ഇങ്ങനെയാണ് ജനറൽ ആൾക്കാരുടെ കൺസെപ്റ്റ്. അതായത് ഒരു ബിൽഡിംഗ്, ഒരു സ്ഥലം വാങ്ങിയിടുക, എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആകാനൊക്കെ ആകുമ്പോൾ, നമുക്കൊരു വരുമാനം ഇല്ലാത്തതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ അത് വിറ്റാണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാം. നമ്മുടെ നല്ല കാലത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള, നമ്മളെ ഹെൽത്തൊക്കെ പക്കി നിൽക്കണം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എനർജിയും ഒക്കെ ഉള്ള ടൈമിൽ നമ്മളെന്താണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോബിനൊക്കെ പോയിട്ട് ഭാവിയിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമ്മളെ സഹായിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവാണ്. നമ്മളെ നല്ല കാലങ്ങളൊക്കെ നമ്മൾ സാധാ പോലെ സ്പെൻഡ് ചെയ്ത് പോവാണ്, നമുക്ക് ആഗ്രഹിക്കുന്ന പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് MJ DiMarco പറയുന്ന ഫാസ്റ്റ് ലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെയാണ് നമ്മളെ റോൾ വരുന്നത്. ഫാസ്റ്റ് ലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ അതർ പീപ്പിൾസ് ബിസിനസ് അല്ലെങ്കിൽ അതർ അസറ്റുകൾ, ലാൻഡ്, ഗോൾഡ് അങ്ങനത്തെയൊക്കെ വേറെ ലോൽതിയിലോ അല്ലെങ്കിൽ വേറെ അസറ്റുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെ മേത്തോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടി. അവർ എബിലിറ്റി ടു മേക്ക് മോർ മണി, അതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇപ്പോൾ എനിക്കൊരു സ്കില്ല് പഠിക്കണം എന്നുണ്ട്, എനിക്ക് സ്റ്റോറി ടെല്ലിങ് പഠിക്കണം എന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, എനിക്ക് തീരെ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ കഴിയില്ല വിചാരിക്കുക. ഇങ്ങനെ തപ്പി പിടിച്ചാൽ നമ്മൾ ഒരു ദിവസം എന്താ പറയുക, നമ്മൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതേ സെയിം ടോപ്പിക്കുമ്പോൾ കോഴ്സ് സെല് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 1-on-1 കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സംഭവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ സ്കില്ല് പഠിക്കാൻ പറ്റും. ആ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ മൈ എബിലിറ്റി ടു ക്രിയേറ്റ് വീഡിയോസ്, ബെറ്റർ വീഡിയോസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ വ്യൂസ്, എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൂടും. അങ്ങനെ കൂടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ജനറലി കുറച്ചുകൂടി ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാനൽ സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ നമ്മളെ ബിസിനസ്സിൽ നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി വിചാരിച്ചോ, ആ ക്ലോത്തിങ് ബ്രാൻഡ് നമുക്ക് കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ നമ്മളത് സ്റ്റോക്കിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പകരം എന്ത് ചെയ്യാം, ആ ക്ലോത്തിങ് ബ്രാൻഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം, വീണ്ടും അയക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള എബിലിറ്റി വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു പ്രിൻറ്റിങ് മെഷീനേ ഉള്ളൂ, അതിന് നമുക്ക് മേ ബി ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു 10 ഔട്ട്പുട്ടേ കിട്ടുള്ളൂ വിചാരിച്ചാൽ 10 ഡ്രസ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റിങ് മെഷീനും കൂടി മേടിക്കുക, മനസ്സിലായോ? ഇങ്ക് കുറച്ചുകൂടി മേടിക്കുക, കുറച്ചുകൂടി നല്ല സ്പേസ് ഉള്ള റൂം റെൻറ്റിന് എടുക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, ആ ബിസിനസ്ക്ക് തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മളെ എബിലിറ്റി ടു മേക്ക് മോർ മണി, അതുപോലെ നമ്മളെ ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് ഡബിൾ ചെയ്യാൻ വേണ്ടി, ബേസിക്കലി ബിസിനസ് നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അലക്സ് ഹോർമോസി പറഞ്ഞൊരു കോട്ടുണ്ട്, അത് ഞാൻ വായിച്ചുതരാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മെയ്ഡ് വാസിൻറ്റ് ഇൻ സ്റ്റോക്സ് ഓർ ക്രിപ്റ്റോ, ഇറ്റ് വാസ് ഇൻ മൈ ഓൺ സ്കിൽസ്. അതായത് ഇപ്പോൾ ഞാൻ അഡ്മയർ ചെയ്യുന്ന കുറേ ആൾക്കാർ, എൻ്റർപ്രണർഷിപ്പിലായാലും ലൈഫിലായാലും ഒക്കെ ഒരുപാട് ഹൈ ലെവലിലേക്ക് എത്തിയ ആൾക്കാരൊക്കെ ഒരൊക്കെ എനിക്ക് കോമൺ ആയിട്ട് മനസ്സിലായൊരു സംഭവമാണ്, ഓരോന്നും എന്തല്ല ഈ സ്റ്റോക്കിലോ ഗോൾഡിലോ ലാൻഡിലോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല ഇൻവെസ്റ്റ് ചെയ്താണ്ട് പൈസക്കാരാവണമെന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നത്. ഓരോ സ്കില്ലുമ്പോൾ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മളൊപ്പം ഉള്ളവരൊക്കെ ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഒക്കെ ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഐഡിയാസും നമ്മളെ ബിസിനസ്സും നാച്ചുറലി ഇമ്പ്രൂവ് ആവും. യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത് എന്നില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഇവൻറ്റുകൾക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കോഴ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ മെൻറ്റേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് അലക്സ് ഹോർമോസി ഒരുപാട് പൈസ ചിലവാക്കിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാസ് ഓൺ മീ, നോട്ട് ഓൺ S&P 500 എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയൊക്കെയാണ് ആകെ എനിക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുന്ന ചെറിയ എമൗണ്ട് ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതാണ്, ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്ക്, വയർലെസ് മൈക്ക്. അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ വ്ളോഗ് ഷൂട്ട് ചെയ്യുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഒരു വയർലെസ് മൈക്കിൻ്റെ അടുത്ത് ഇല്ലേനും, അപ്പോൾ ഒരു വയർലെസ് മൈക്ക് വാങ്ങി. ദിസ് ഈസ് ഫോർ യൂട്യൂബ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ടു മേക്ക് ബെറ്റർ വീഡിയോസ്. ഇതൊക്കെ ഞാൻ വാങ്ങിക്കൂട്ടിയ ബുക്സുകളാണ്, ഒക്കെ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. സൈക്കോളജി, അതുപോലെ മൈൻഡ് സെറ്റ്, അതുപോലെ സ്റ്റോറീസ്, വെൽത്ത് ക്രിയേഷൻ, മെഡിറ്റേഷൻ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്? അപ്പോൾ ഈ ഷൂഡോഗ് എന്നൊക്കെ പറയുന്നത് നൈക്കിൻ്റെ മുതലാളി, നൈക്ക് ഫൗണ്ട് ചെയ്ത ആളെ പേഴ്സണൽ സ്റ്റോറിയാണ്. അതുപോലെ സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്, ഇതൊക്കെ എന്നെ കണ്ടന്റ് ക്രിയേഷന് സഹായിക്കുന്നതാണ്. അതുപോലെ മില്യനയർ ഫാസ്റ്റ് ലൈൻ, ഞാനിപ്പോൾ പറഞ്ഞ സ്ലോ ലൈനും ഫാസ്റ്റ് ലൈനും അതിലുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി എനിക്ക് കൂടുതൽ നോളജ് ഉണ്ടാക്കി തരും, ഈവൻച്വലി ഇന്നൊരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റി തരും. സോ ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഞാൻ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചുതരാം. ദിസ് ഈസ് ക്രിയാറ്റിൻ ഒരു സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇതെന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്? ഇതിൻ്റെ ഹെൽത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ പെർഫോമൻസിലാണെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ പെർഫോമൻസിലാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഇത് കണ്ട മുട്ട, ഇതെന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ ഫുഡിൽ. ഇപ്പോൾ ഒരു ദിവസം ഒരു 10 മുട്ടയൊക്കെ തിന്നാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബയോ അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടും. സോ ദാറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിൻ്റെ ഫിസിക്കൽ പെർഫോമൻസിൽ, ഇതിൻ്റെ ലുക്കിൽ, ഇതിൻ്റെ ന്യൂട്രീഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതുപോലെ ഇനി ഒരുപാട് സാധനം ഉണ്ട്. ഞാൻ ഇവിടെ പൊറുക്കി കൊണ്ടുവരാൻ വെച്ച് മാത്രം പൊറുക്കി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ചെറിയ എമൗണ്ട് എടുത്താണ്ട് ഞാൻ വല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ല. എനിക്ക് ബെറ്റർ വീഡിയോസ് ഉണ്ടാക്കാൻ, എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആകെ കിട്ടുന്ന കുറച്ച് എമൗണ്ട് ഉള്ളൂ, ആ കുറച്ച് എമൗണ്ട് ആയിക്കാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റും, പിന്നെ ട്രിപ്പിൾ ചെയ്യും, പിന്നെ അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇഷ്ടംപോലെ ക്യാഷ് ഫ്ലോ ആയതിൻ്റെ ശേഷം, മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോസ് ഉണ്ടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വല്ല ഗോൾഡിലോ ലാൻഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്കൊക്കെ വാങ്ങാം, ഷെയറൊക്കെ വാങ്ങാം. പക്ഷേ ഒരു
ഒരാൾ ഒരു എമൗണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഒരു എമൗണ്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നതാണ് എൻ്റെ ഒപ്പമുള്ളവരൊക്കെ. അപ്പോൾ ഇങ്ങനെ തോന്നും അതേ സമയം നമ്മളെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ എത്ര മെച്ചം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ എല്ലാവരും അടിപൊളിയായിട്ട് ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ എല്ലാവരും സക്സസ്ഫുൾ ആവില്ലേ? അതിൽ ആരെങ്കിലും കുറച്ച് ആൾക്കാരല്ലേ അടിപൊളിയായിട്ട് ചിന്തിക്കുള്ളൂ. പിന്നെ ഇത് കുറച്ചുള്ളൂ. ഞാൻ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഈ ഫോൺ നിൽക്കുന്ന ട്രൈപോഡ് അത് ഞാൻ ഇപ്പോൾ പുതിയ വാങ്ങിയതാണ്. ആദ്യം വേറെ ട്രൈപോഡായിരുന്നു, അത് പൊട്ടി. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ഈ ലൈറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ഈ മൈക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ ഇനിയിപ്പോൾ വ്ളോഗുകൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സെറ്റപ്പുള്ള ജിമ്മുക്കൊക്കെയാണ് പോലെ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ 200-250 ഒരാൾക്ക് വെച്ചാണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ ഫുഡിനുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അതൊന്നും ഒരു നഷ്ടമല്ല. എൻ്റെ ഫുഡായാലും എൻ്റെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന നേസൽ ഡയലേറ്റർ ഞാൻ വാങ്ങിനു, അതായാലും ബുക്സുകളായാലും മൈക്കായാലും ക്രിയാറ്റിനായാലും ഇതൊക്കെ എന്താണ് ബേസിക്കലി എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന, വിച്ച് ഇൻ ടേംസ് ഇംപ്രൂവ്സ് മൈ കണ്ടന്റ് ക്രിയേഷൻ, ഇംപ്രൂവ് മൈ ബിസിനസ്, ഇംപ്രൂവ് മൈ എബിലിറ്റി ടു മേക്ക് ബെറ്റർ വീഡിയോസ്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറച്ചും കൂടി എമൗണ്ട് നല്ല രീതിയിൽ കുറച്ചുകൂടി ഫിനാൻഷ്യലി സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യും. അതിക്ക് മീറ്റും മിൽക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യും. സപ്ലിമെൻറ്റ്സ് ഒന്നുകൂടി നല്ല സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങും. നമ്മളെ വീഡിയോ സെറ്റപ്പ് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കും. സ്ലീപ്പിന് വേണ്ടിയിട്ട് ആ റൂം കണ്ടീഷൻ ചെയ്യണത് എയർ കണ്ടീഷണർ പറ്റുകയാണെങ്കിൽ അങ്ങനെ വാങ്ങണം. അതുപോലെ നല്ല ക്വാളിറ്റി ഉറക്കം കിട്ടുന്ന ബെഡ് വാങ്ങണം. ആ സ്ലീപ്പ് ട്രാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങണം. എയർ ഫിൽറ്റർ വാങ്ങണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ് പിന്നെയും പെർഫോമൻസ് ഡബിൾ ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളോട് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത്യാവശ്യം ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് വാട്ട് എവർ യു വാണ്ട്. പക്ഷെ നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീറോ വെച്ച് കണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു കാര്യമില്ലല്ലോ. നമ്മളൊന്ന് മര്യാദക്കൊന്ന് ഫിനാൻഷ്യലി സെറ്റപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്കിലും ഷെയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഡിവിഡൻഡ് ഇങ്ങനെ കിട്ടുന്നത് അത് ശരിക്കും ഒരു മടിയാണ്. ആ ഡിവിഡൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഒന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അങ്ങനത്തെ. പക്ഷെ അതിന് പകരം നമുക്ക് ആക്ച്വലി നല്ല എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബുക്കുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേത് നമ്മളൊരു 40-50 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നത് നമ്മൾ റിട്ടയർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ ഫാസ്റ്റായിട്ട്, ഇവിടുത്തെ ഫാസ്റ്റ് ഉദ്ദേശിക്കുന്ന 5-10 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് സ്ലോ ലൈനും ഫാസ്റ്റ് ലൈനും നമ്മൾ വ്യത്യാസം. ഇത് ഒരിക്കലും 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 6 മാസം കൊണ്ട് റെഡി ആവും എന്നല്ല പറയുന്നത്. 5-10 വർഷം എടുക്കും. എനിത്തിങ് ഗ്രേറ്റ് ടേക്സ് ടൈം. പക്ഷേ നമ്മൾ ആവറേജ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ റിട്ടയർ ആവണ വരെ കാത്തിക്കണ്ടെന്നർത്ഥം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ is helpful for you guys. See you in the next video.